ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സിതാരയിലേക്ക് എത്തി. ഇപ്പോൾ സിതാരയിൽ നിന്നും MT ഇറങ്ങിയിരിക്കുകയാണ്. അവസാനമായി അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കോഴിക്കോട് നഗരത്തിലൂടെ കടന്നു പോവുകയാണ്. കോഴിക്കോട് നടക്കാവിൽ നിന്നും പുറപ്പെട്ട് മനോരമ ജംഗ്ഷനിലൂടെ ബാങ്ക് റോഡ് വഴി തുടർന്ന് കോഴിക്കോട് മാവൂർ റോഡിലേക്ക് കടന്ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സർക്കാർ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാമെന്ന് കുടുംബം സമ്മതിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അവിടെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ മേൽനോട്ടത്തിൽ ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നു. അവിടെയും ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ അടക്കം വലിയൊരു നിര മാവൂർ റോഡ് ശ്മശാനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. റിയാസ് KM അവിടെ നിന്നും തുടരുന്നുണ്ട്. റിയാസ്, അവിടെ എത്തി കഴിഞ്ഞ ശേഷം ആളുകൾക്ക് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് MT അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടോ അവിടെ? തീർച്ചയായും MTയെ കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഗാർഡ് ഓഫ് ഓണർ അർപ്പിക്കുക എന്നുള്ളതാണ് രതീഷ്. ആ ഗാർഡ് ഓഫ് ഓണർ അർപ്പിക്കുന്ന സമയത്ത് ആദരാഞ്ജലി അർപ്പിക്കാനൊരു സംവിധാനം നിലവിലൊരുക്കിയിട്ടില്ല. പക്ഷേ നിരവധി പേരാണ് ഇവിടെ റീത്തും മറ്റുമായി ആദരാഞ്ജലി അർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട MT, മലയാളിയെ സംബന്ധിച്ച് അത്രമേൽ ആഴത്തിൽ പ്രിയപ്പെട്ട MT ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവസാനമായി ഒരു നോക്ക് കാണുക, ആദരമർപ്പിക്കുക എന്നുള്ളത് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ MTയെ സംബന്ധിച്ച് അത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹം കപട വൈകാരികതയിൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം നിർമ്മലമായ മനസ്സുകളെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഇവിടെ പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. പതിയെ ഈ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക്, സ്മൃതി പദത്തിലേക്ക് MT കടന്നു വരികയാണ്. പതിയെ MT ഇനിയൊരു സ്മൃതി പദത്തിലേക്ക് മറയുന്ന നിമിഷങ്ങൾക്ക് ഇനി അത്ര മാത്രമേ ഉള്ളൂ. ഇനി ചെറിയ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന കാത്തിരിപ്പാണ്. എന്താ വെച്ചാൽ ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും അവരുടെ UP സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ LP സ്കൂൾ കാലഘട്ടത്തിൽ, പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിൽ നാലുകെട്ട് വായിച്ചിട്ടായിരിക്കും ഓരോ മലയാളിയും MTയെ തുടങ്ങിയിട്ടുണ്ടാവുക എന്നതാണ്. പിന്നീട് രണ്ടാമൂഴം അല്ലെങ്കിൽ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കാലം മഞ്ഞ്, അസുരവിത്ത്, അങ്ങനെയുള്ള കൃതികളെല്ലാം മലയാളി വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. MTയെ വായിക്കാത്ത മലയാളി എന്ന് പറയുന്നത് അത്യപൂർവം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. MTയെ വായിക്കാത്തവരെ ഒരു മലയാളിയും ഉണ്ടാകില്ല. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ബഷീറിനെയോ അല്ലെങ്കിൽ SK പൊറ്റക്കാടിനെയോ ഒക്കെ വായിച്ചതുപോലെ തന്നെ മലയാളി ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒന്നായി മാറ്റിയത്. മലയാളിക്ക് കൂടല്ലൂർ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ, ഇപ്പോൾ MV ശ്രേയാംസ്കുമാർ അടക്കമുള്ള ആളുകൾ, RJD നേതാവ്, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള MV ശ്രേയാംസ്കുമാർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. MTയുടെ ഇവിടേക്ക് എത്തും. കാണാം ഈ ഗേറ്റിൻ്റെ പരിസരത്തുള്ള തിരക്കുകൾ. അവിടെ മാധ്യമങ്ങളുടെ ക്യാമറകൾ MTയുടെ വരവും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ്, മറ്റ് ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട്, ഗതാഗത ക്രമീകരണം ഒരുക്കിക്കൊണ്ട് ഇവിടെ MTയെയും കാത്തിരിക്കുകയാണ്. ലിബീഷ്, വളരെ ഹൃദയസ്പർശിയായ ഒരു വിടവാങ്ങൽ തന്നെയാണ് പ്രിയപ്പെട്ട സാഹിത്യകാരന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നഗരം നൽകുന്നത്. നിരവധി പേർ ഇപ്പോഴും അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മാവൂർ റോഡ് സ്മൃതിപഥത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മമ്മൂട്ടി വളരെ ഹൃദയസ്പർശിയായ കുറിപ്പിൽ പറഞ്ഞതുപോലെ ചിലരെങ്കിലും പറയാറുണ്ട് MTയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനെ പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത്. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകിയെന്നുകൂടി മമ്മൂട്ടി കുറിക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ ഹൃദയത്തിലെന്നും ഒരു ഇഷ്ടത്തിൻ്റെ പെരുക്കം സൂക്ഷിച്ച ഒരു മാന്ത്രികൻ തന്നെയാണ്, ഒരു എഴുത്തിൻ്റെ മാന്ത്രികൻ തന്നെയാണ് വിട പറഞ്ഞിരിക്കുന്നത്. മലയാളിയുടെ അക്ഷരപ്രേമത്തിന് തൻ്റേതായ സംഭാവനകൾ നൽകിയ, മലയാളിയെ വാനിയുടെ ലോകത്ത് എന്നും കൈപിടിച്ച് നിർത്തിയ മഹാനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് വിട ചൊല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട്. കോഴിക്കോട് സിതാര എന്ന് പറയുന്നത് മലയാള സാംസ്കാരിക ലോകത്തിൻ്റെ ഒരു തലസ്ഥാനമായി മാറിയത് MT അവിടേക്ക് കടന്നു വന്നതിന് ശേഷമായിരുന്നു. അങ്ങനെ നിരവധി പേർക്ക് MT മൗനം കൊണ്ട് അളന്നു മുറിച്ച അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം കാത്തു സൂക്ഷിച്ച ആ സിതാരയിൽ നിന്നും MT ഇറങ്ങിയിരിക്കുകയാണ്.
കോഴിക്കോട് സ്മൃതിപഥത്തിലേക്കാണ് ആ യാത്ര നീങ്ങുന്നത്. വിലാപയാത്രയോ മറ്റ് പൊതുദർശനമോ ഒന്നും വേണ്ട എന്ന് MT നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൂടി പ്രിയപ്പെട്ട സാഹിത്യകാരനെ അവസാനമായി ഒരു നോക്ക് കാണാതെ മലയാളി എങ്ങനെ യാത്രയയക്കും? അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ വരിവരിയായി നിന്ന് വളരെ ചെറിയ ഒരു ഇടവഴിയാണ് സിതാരയിലേക്കുള്ളത്. പക്ഷേ ആ ഇടവഴിയിൽ ക്ഷമയോടെ കാത്തുനിന്ന് പൊള്ളുന്ന വെയിലിലും ക്യൂ നിന്ന് ആളുകൾ പ്രിയപ്പെട്ട MT അവസാനമായി ഒരു നോക്ക് കണ്ടു. അതിൽ പ്രമുഖരെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ ഒന്നുമുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഒന്നായിത്തീരുന്ന എഴുത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചം സൃഷ്ടിച്ച MTക്ക് നാട് വിടചൊല്ലുകയാണ്. വിലാപയാത്രയായി ഭൗതികദേഹം ഇപ്പോൾ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് സ്മൃതിപഥത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്മൃതിപഥത്തിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം വലിയൊരു നീണ്ട നിര തന്നെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ MTക്ക് അവസാനമായി വിട നൽകാനൊരുങ്ങുകയാണ് ആ നാടൊന്നാകെ ഉള്ളത്. ഗാർഡ് ഓഫ് ഓണർ നൽകി സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിയോടുകൂടി തന്നെയാണ് അവസാന യാത്രാമൊഴി ഏകുന്നത്. രാവിലെ മുതൽ തന്നെ ആളുകൾ MTയെ കാണാനെത്തി. MTയുടെ കാൽ തൊട്ട് വന്ദിച്ച് കൈകൂപ്പി നിന്ന് ഒക്കെ പ്രിയപ്പെട്ട MTക്ക് ആ സിതാരയിൽ ആളുകൾ യാത്രാമൊഴിയേകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും 3:30-ക്ക് പൊതുദർശനമെന്ന് MTക്ക് യോജിപ്പില്ലെങ്കിൽ പോലും ആ രീതിയിൽ അവിടെ പൊതുദർശനം 3:30-ക്ക് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും പിന്നീടും 1 മണിക്കൂർ കൂടി നീളുകയായിരുന്നു. അത്രത്തോളം ആളുകൾ അവിടേക്ക് അവസാന നിമിഷവും അവിടേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 4:30-യോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കി പിന്നീട് അവിടെ നിന്നും വിലാപയാത്രയായി തന്നെയാണ് ഇപ്പോൾ ഭൗതികദേഹം മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് സ്മൃതിപഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. റിയാസ്, അവിടേക്ക് എത്തിയിട്ടുണ്ടോ? യെസ്, ഇത് തീർച്ചയായും MT സ്മൃതിപഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. സിതാരയിൽ ദീർഘകാലം ചെലവഴിച്ചിരുന്ന സിതാരയിലില്ല. സിതാരയുടെ പടിയിറങ്ങി ഇപ്പോൾ സ്മൃതിപഥത്തിൻ്റെ പടി കയറി MT ജീവിതത്തിനും അപ്പുറത്തുള്ള ലോകത്തിലേക്ക് വരികയാണ്. സ്വർഗം തുറക്കുന്ന സമയം അതുപോലെ തന്നെ സ്വർഗം തുറക്കുന്ന അവസാനമായി ഇവിടേക്ക് എത്തുന്നത് MTയുടെ കുടുംബാംഗങ്ങൾ തൊട്ട് പിറകെ തന്നെ MTയുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അഭിന കൂടി ചേരുന്നുണ്ട്. അഭിന, മാവൂർ റോഡ് ശ്മശാനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെയും ആളുകൾക്ക് അവസാനമായി പ്രിയപ്പെട്ട സാഹിത്യകാരനെ, അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടോ? തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഈ ശ്മശാനത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ശ്മശാനത്തിന്